ഇതെന്താണെന്നറിയോ? പായസമല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു തിരുവാതിര കളി എന്ന് പറയും. തിരുവാതിര നമ്മൾ മലയാളീസ് കളിക്കുന്ന കളിയല്ല കേട്ടോ. ഇതിന് ഞങ്ങൾ പറയുന്നത് തിരുവാതിര കളി എന്നാണ്. അതിപ്പോൾ ബ്രാഹ്മിൻസ് ആയിട്ടുള്ളവർ നോക്കിയാൽ അറിയാൻ പറ്റുമായിരിക്കും. അത് ഒരു തമിഴ് ആചാരപ്രകാരം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കണത്. ഞങ്ങൾ തിരുവാതിരയ്ക്ക് ഇതും പിന്നെ പുഴുക്ക് സാധാരണ പോലെ തന്നെ വെള്ളപ്പയറും പിന്നെ നമ്മുടെ എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇതാട്ടോ തിരുവാതിരക്കളി എന്ന് പറയുമ്പോൾ നിവേദ്യത്തിനൊക്കെ ഇതാണ് എടുക്കണത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചരി കുതിർത്ത് 1 മണിക്കൂർ ഒന്ന് കുതിർത്തിയാൽ മതിയാവും. പിന്നെ വെള്ളമൊക്കെ കളഞ്ഞ് ശരിക്കും ഒന്ന് തുണിയിൽ നിന്ന് വെയിലത്ത് വെച്ചോ ഒന്ന് അരമണിക്കൂർ ഒന്ന് ഉണക്കിയാൽ മതി. എന്നിട്ട് പൊടിച്ചെടുക്കാം തരിയായിട്ട്, നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇല്ലേ. പിന്നെ അത് നന്നായിട്ട് വറക്കണം, ചുമക്ക വറുത്തിട്ട് എത്രയാണോ അരിപ്പൊടി അത്രയും ശർക്കര എടുക്കുക. പിന്നെ ശർക്കരയുടെ ആ വെള്ളം എന്ന് പറയുമ്പോൾ 3 ഇരട്ടി ആയിരിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ 1 കപ്പാണെങ്കിൽ 6 കപ്പ് വെള്ളം, 1-ന് 2 അല്ല 6 കപ്പ്. അപ്പോൾ 5 കപ്പ് വെള്ളവും 1 കപ്പ് ആ ശർക്കര പാനി എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് വറ്റിക്കണം. അത് വെന്ത് വരുമ്പോൾ അത്രയും വേണം വെള്ളം. എന്നാലാണ് അത് കുഴഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പായസം പോലെ. പക്ഷെ പായസം നമ്മൾ വറക്കൂലല്ലോ. പിന്നെ ഏലക്കയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് നല്ല തിരുവാതിരക്കളി റെഡിയാവും. അപ്പോൾ ഇത് ഞങ്ങളുടെ തിരുവാതിരയ്ക്ക് ഇതും പുഴുക്കുമാണ് ഞങ്ങളുടെ ഒരിക്കലെന്ന് പറയുമ്പോൾ. സാധാരണ മലയാളീസ് എന്ന് പറയുമ്പോൾ അരിയാഹാരമൊന്നും കഴിക്കില്ല, ഗോതമ്പല്ലേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതാണ് തിരുവാതിര. തലേദിവസം രാത്രി ഒരിക്കലിരിക്കണവർക്ക് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഇതുണ്ടാക്കും. പിന്നെ എല്ലാം കഴിഞ്ഞ് നിവേദ്യമൊക്കെ കഴിഞ്ഞിട്ട് ഇതും പുഴുക്കും കൂട്ടി കഴിക്കും. അപ്പോൾ പുഴുക്ക് പിന്നെ സാധാരണ പുഴുക്കാട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാനും കഴിച്ചു തുടങ്ങണേ ഉള്ളൂ. 11 മണിയായി സമയം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വീഡിയോയിൽ പറയാനൊന്നും ഇല്ല. ഇതുണ്ടാക്കിയ അപ്പോൾ ഇപ്പോൾ തന്നെ സമയം എത്രയായി. ഇനിയിപ്പോൾ എനിക്ക് ചോറ് വയ്ക്കണം, ഒത്തിരി പണിയുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇനി പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ല. എന്നാൽ നമ്മുടെ കളിയുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞപ്പോൾ 4 ദിവസമായിട്ടോ ഞാൻ ഒരിക്കലിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വൈകുണ്ഠ ഏകാദശിക്ക് ഞാൻ ഒരിക്കലും ഇരിക്കണില്ല എന്ന്. കാരണം എന്താ അറിയോ, അതായത് ചേട്ടൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ചാത്തം. അതാണ് 11-ാം തീയതി ആയിരുന്നു, 12-ാം തീയതി ആയിരുന്നു, സോറി, ഞായറാഴ്ച. അപ്പോൾ അതിന് തലേദിവസം ഒരിക്കലിരിക്കണം. അതിന് ഒരു ദിവസം മുമ്പാണ് വൈകുണ്ഠ ഏകാദശി വന്നത്. അപ്പോൾ ഈ വൈകുണ്ഠ ഏകാദശിക്കും പിന്നെ ചാത്തത്തിൻ്റെ 2 ദിവസവും പിന്നെ ഈ തിരുവാതിരയും ഇനിയിപ്പോൾ നാളെ പൊങ്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരിക്കൽ എല്ലാം കൂടി ഞാൻ ഒരിക്കലിരുന്നാണ്ടല്ലോ ഞാൻ അവശതയായിപ്പോയി. അത് കാരണം വൈകുണ്ഠ ഏകാദശിക്ക് വേണ്ടാന്ന് വെച്ചു ഒരിക്കൽ. അല്ലാതെയൊക്കെ ഭഗവാൻ നേരെ വൈകുണ്ഠത്തിൽ എത്തിച്ചോളും. നമ്മൾ പാപമൊന്നും ചെയ്യണില്ല. പാപം ചെയ്യുന്നവർക്കാണ് ഈ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. പ്രായമാകുമ്പോഴാണ് ഈ വൈകുണ്ഠ ഏകാദശിയുടെ ഒരിക്കലേക്ക് ഇരിക്കുന്നത്. ചെറുപ്പത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ വയസ്സാകുമ്പോൾ ഓരോ തിരിച്ചടിയായിട്ട് വരുമ്പോൾ അവർക്കത് ഓർമ്മ വരും. അയ്യോ ഞാനൊന്ന് അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ അവരാരെങ്കിലും ഇതുപോലെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വഴിയിൽ വെച്ച് കാണുമോ അല്ലെങ്കിൽ വീട്ടിലോ എന്തെങ്കിലും കാണുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും. അപ്പോൾ അവർക്കൊരു പശ്ചാത്താപം വേണമെങ്കിൽ കുറ്റബോധം ഉണ്ടാവും. അതിന് വേണ്ടിയൊക്കെയാണ് ഈ വൈകുണ്ഠ ഏകാദശി ഒരിക്കലിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ പാപമൊന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യുമെന്ന് എനിക്ക് അറിയാനും പാടില്ല. അന്നേരം നോക്കാം. പിന്നെ അത് മാത്രമല്ലാതെ ഈ ചാത്തത്തിൻ്റെ ഒരിക്കലും കാരണവന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ, അത് നമ്മൾ എന്തായാലും ഇരുന്നേ പറ്റും. അപ്പോൾ അതിനും പക്ഷെ ഞങ്ങൾക്ക് അരിയാഹാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തം അരി വയ്ക്കാതെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു നേരം ഊണ്, ഒരു നേരം ഗോതമ്പ് എന്തെങ്കിലും അങ്ങനെ. അപ്പോൾ ഇന്നലെയായിരുന്നു ചാത്തം. അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെയും അതുപോലെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം, രാത്രി വേറെ എന്തെങ്കിലും ഗോതമ്പായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയായിട്ടോ എന്തെങ്കിലും നമ്മളുടെ ഇതനുസരിച്ച്. അങ്ങനെ ആ 2 ദിവസം ഒരിക്കൽ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ തിരുവാതിരയുടെ ആയി. ഇനി നാളെ പൊങ്കലാണ്, മകരപ്പൊങ്കൽ. അപ്പോൾ അതിനും ഇതുപോലെ പൊങ്കലൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കാരണം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ ഒന്നേക്കിലൊക്കെ പറയാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയില്ല കേട്ടോ. ഞാൻ തിരക്കുള്ളപ്പോൾ പോവാറില്ല. തിരക്കുള്ളപ്പോൾ ഈ ഉന്തും തള്ളും എന്താ പറയുക, നമുക്കൊന്ന് സമാധാനമായിട്ട് തൊഴാനോ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് പറയാനോ പറ്റില്ല. വെറുതെ പോയി ആ ഉന്തും തള്ളും കൊണ്ടുകൊണ്ട് വരാമെന്നല്ലാതെ ഞാൻ അതുകൊണ്ട് തിരക്കുള്ളപ്പോൾ ഞാൻ പോവാറില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാത്രേ ഉള്ളൂ.
തിരക്കില്ലാത്തപ്പോൾ പോയി ഭഗവാനും ഞാനുമായിട്ട് ഒരു സംഭാഷണമൊക്കെ ഉണ്ടാവും. അങ്ങനെ കേട്ടോ എൻ്റെ രീതി അതൊക്കെയാണ്. രാവിലെ അടുത്തുള്ളവരൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ ചോദിച്ചു കേട്ടോ, പോണില്ലേ അമ്പലത്തിൽ പോണില്ലേ ശിവൻ്റെ അമ്പലത്തിൽ എന്ന്. പോവാം, കുറച്ച് കഴിഞ്ഞിട്ട് പോവാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടും. ഞാൻ ഓർക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഓരോരുത്തരും 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത്രയും ലൈനായിരിക്കും, തിരക്കായിരിക്കും. അതിനിടയ്ക്ക് പിന്നെ വേണ്ടാന്ന് വെച്ചു. സത്യത്തിൽ ഈ മധുരം തിന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ വിശക്കില്ല, ചോറുണ്ണാൻ തോന്നില്ല. ഇത് നിന്ന് വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു, കുറച്ച് വെക്കണം. ചോറ് വെച്ചില്ല, വെക്കണം. കുറച്ചേ വെക്കുള്ളൂ. ഞാൻ പുഴുക്കുണ്ടല്ലോ, അപ്പോൾ പിന്നെ അത് മതി വിചാരിച്ചു. ഞാൻ ചിലപ്പോഴേ കഴിക്കുള്ളൂ. ചേട്ടൻ ചിലപ്പോൾ കുറച്ച് ചോറൊക്കെ കഴിക്കും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് അരി വയ്ക്കുക, പുഴുക്കും കൂട്ടി കഴിക്കുക. കുറച്ച് തൈര് ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് കൊണ്ടാട്ടം മുളകും വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഊണ് റെഡിയായി കഴിഞ്ഞു. സാധാരണ ഈ തിരുവാതിരയ്ക്കൊക്കെ ഉണ്ടല്ലോ, തിരുവാതിര എന്നല്ല, ഞങ്ങളുടെ രീതിയിലുള്ള ഏത് വിശേഷം വന്നാലും 18 മുഴം പുടവയൊക്കെ ഉടുത്ത് ചേരയൊക്കെ ഉടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. എനിക്കെന്തോ അതിനോടുള്ള ഒരു ആര് കാണാനാണ്, ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ കഴിക്കണം. അത് കുറേ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ അതിനൊരു രസം ഉണ്ടാവും. അപ്പോൾ ആരും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പുടവ ഉടുത്തുകൊണ്ട് ചേര ഉടുത്തുകൊണ്ടൊന്നും ചെയ്യാറൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന് പറ്റിയ ഡ്രസ്സ് ഏതാണോ അതങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. മനസ്സ് ശുദ്ധമായിരിക്കുക, ഞാൻ അതേ പറയുള്ളൂ. അങ്ങനെ എൻ്റെ രാവിലത്തെ 11 മണിക്ക് ഇതാ തീർന്നു. ഇത് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോഴെനിക്ക് തോന്നിയ വീഡിയോ എടുത്താലോ എന്ന്. അപ്പം അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. നാളെ ഞാൻ എന്തെങ്കിലും ഒരു ടോപ്പിക്കായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും